Albande. Uzbekistan. Okay. Mahbuba. നല്ല ഫിറ്റാണ് രണ്ടുപേരും. കറങ്ങി അടിക്കുന്ന മണം. ഒരു നോട്ട് 1 ലക്ഷമാണ്, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം. ഇവിടെ മൊത്തം ആയിരങ്ങളെ കളിയാണ്. നമ്മൾ 1 ലക്ഷം കൊടുക്കുന്നു, 50,000 വാങ്ങുന്നു, 2 ലക്ഷം കൊടുക്കുന്നു, 1.5 വാങ്ങുന്നു. നേരെ പോയിട്ട് റൈറ്റ്. ഓക്കെ. സമർക്കന്ദിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് സിയോബ് ബസാർ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഭയങ്കര സംഭവമാണ്. ഇതൊന്നൊരു പുതിയതായിട്ടൊരാളിവിടെ വരുമ്പോൾ ഒരു കൗതുകമാണ്. ഇവരുടെ ഫുഡ് ഐറ്റംസ്, ഇവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ, ഇവർ വിൽക്കുന്ന സാധനങ്ങളും ഒക്കെ നമുക്ക് പുതുമയായി തരുന്ന കാര്യങ്ങളാണ്. വീണ്ടും ഒരു ആൻഡെക്സ് എടുത്ത് അവിടെ നിന്ന് പോലീസിൻ്റെ വിഷയമൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഒരു ജാക്കറ്റ് മേടിക്കണം. അതിൻ്റെ റേറ്റ് എത്രയാണെന്നും അറിയില്ല. ജാക്കറ്റൊക്കെ ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. നല്ലൊരു ജാക്കറ്റ് മേടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നല്ല തണുപ്പുണ്ട് ഗൈസ്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, അത്യാവശ്യം -3, -5 ആ ഒരു ലെവലിലാണ് തണുപ്പ്. അതുകൊണ്ട് നല്ല രീതിയിൽ കിടുങ്ങുന്നുണ്ട്. നമുക്ക് ജാക്കറ്റ് ഇല്ലാതെ ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റില്ല. ക്യാപ്പ് കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ബാങ്കിൽ ഇവിടെ വന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബസാറിൻ്റെ അടുത്ത് തന്നെ അഗ്രോ ബാങ്ക് കേട്ടോ. ഇതിൻ്റെ ദുബായിലെ കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പെട്ട് ഗൈസ്, വർക്ക് ചെയ്യാത്ത ATM മുമ്പിൽ നിന്നാണ് ഗൈസ് ഞാൻ ഇത്രയും ഡയലോഗ് അടിച്ചത്. ഇന്ത്യ നേരെ പോയിട്ട് റൈറ്റ് അല്ലേ? ഓക്കെ. നേരെ പോയിട്ട് റൈറ്റ്. താങ്ക് യു. ദേ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാം ബീഫ് വിഭവങ്ങളാണ് കേട്ടോ. കൂടുതലും ബീഫിൻ്റെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. 65,000 ഒക്കെ എഴുതി ഇട്ടേക്കുന്നു. 1 കിലോ ആണെന്ന് തോന്നുന്നു. 65,000 എത്രയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. കാരണം എനിക്ക് പെട്ടെന്ന് ഇവിടുത്തെ ഒന്നും കൂട്ടാൻ പറ്റുന്നില്ല കൈസ്. എങ്ങനെ 65,000, 1 ലക്ഷം, 1.5 ലക്ഷം ഇതെങ്ങനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ATM വർക്ക് ആവാത്തതുകൊണ്ട് അത് ഇവിടെ നിങ്ങൾക്കൊരു ATM കാണാം കണ്ടോ. HB എന്നാണ് അതിൻ്റെ പേര്. ആൾക്കാരെല്ലാവരും കൂടി ഇടിച്ച് കയറി അകത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും കൂടി എന്താണ് ഇങ്ങനെ കയറി നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണ നമ്മൾ പുറത്ത് ക്യൂ നിന്നല്ലേ കയറാറ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, എന്താ 2 മെഷീനാണുള്ളത്. പക്ഷെ ഫുള്ള് വരെ അകത്ത് കയറി നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അകത്ത് കയറി നിൽക്കാം. പിന്നെ പുറത്തെ തണുപ്പ് ഒരു കാരണവും കൂടിയാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അയ്യോ, ഭയങ്കര തിരക്കാണ് ഗൈസ്. അങ്ങനെ നീണ്ട കുറച്ച് സമയത്തിൻ്റെ ആ ഒരു ക്യൂ നിരയിൽ നിന്നിട്ട് നമ്മൾ പൈസ എടുത്തേക്കാണ്. പൈസ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പൈസയൊന്നുമല്ല നമ്മൾ എടുത്തേക്കുന്നത്. 6 ലക്ഷം രൂപയാണ് ഗൈസ് നമ്മളിതാ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് എടുത്തേക്കുന്നത്. 6 ലക്ഷം. ഇവിടെ ലക്ഷപ്രഭ വലിയ പാടൊന്നുമില്ല ഗൈസ്. പെട്ടെന്ന് നമുക്കിവിടെ മില്യണറൊക്കെ ആവാൻ പറ്റും. 6 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. ഒരു നോട്ട് 1 ലക്ഷമാണ്, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം. 6 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 4,000 രൂപയാണ് കേട്ടോ. 4,000 രൂപയാണ് ഇവിടുത്തെ 6 ലക്ഷം എന്ന് പറയുന്നത്. ഇവിടെ മൊത്തം ആയിരങ്ങളെ കളിയാണ്. നമ്മൾ 1 ലക്ഷം കൊടുക്കുന്നു, 50,000 വാങ്ങുന്നു, 2 ലക്ഷം കൊടുക്കുന്നു, 1.5 വാങ്ങുന്നു. 1000-ൻ്റെ ഏറ്റവും ചെറിയ നോട്ട്, പിന്നെ 5,000-ൻ്റെ നോട്ട്, 10,000-ൻ്റെ നോട്ട്, 20,000-ൻ്റെ നോട്ട്, പിന്നെ 50,000-ൻ്റെ നോട്ട്, പിന്നെ 1 ലക്ഷത്തിൻ്റെ നോട്ട്. ഇതാണ് ഇത്രേ ഉള്ളത് ഇവിടുത്തെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ വന്നേക്കുന്നത് നമുക്കൊരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ ഇവിടെ എനിക്ക് കറക്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടുത്തെ ആൾക്കാർക്ക് ഭാഷ ഒട്ടും അറിയില്ല, ഇംഗ്ലീഷ്. നമുക്ക് ജസ്റ്റ് ചോദിക്കുക എത്ര രൂപയാണ് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപ മനസ്സിലാവും ഇതൊരു ചീപ്പസ്റ്റ് കൺട്രി ആണോ നമ്മുടെ വേൾഡിൽ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും നമ്മളിതാ സമർക്കന്ദിലെ ആ ഒരു അതിമനോഹരമായ ഒരു മാർക്കറ്റാണിത്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇവിടെ ഇവരുടെ ട്രഡീഷണൽ ഫുഡും അതുപോലെ ഇവരുടെ ട്രഡീഷണലായിട്ടുള്ള പലതരം ഡ്രസ്സുകളും പലതരം സാധനങ്ങളും തൊപ്പിയും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് മുന്നോട്ട് എന്തായാലും നടന്നു നോക്കാം, ഓരോ സാധനങ്ങളുടെ വിലയും കാര്യങ്ങളും ഒക്കെ തിരക്കിക്കൊണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഗൈസ്. ഒരുപാട് സാലഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവർ ഒരുപാട് ഈ പറയുന്ന ബീട്രൂട്ട്, ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെയൊക്കെ ഇവർ കഴിക്കും കൂടുതലായിട്ട്. ഇത് കണ്ടില്ലേ, എന്തൊക്കെയോ സംഭവങ്ങളാണ്, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇവർക്കൊന്നും ഒട്ടും ലാംഗ്വേജും അറിയില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തുമില്ല കേട്ടോ. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ നാൻ എന്ന് പറയുന്നത്. ഇത് എവിടെ നോക്കിയാലും ഇവർ മെയിൻ സാധനമാണ് ഇവരുടെ. ഞാൻ ഇത് ഇതുവരെ കഴിച്ചില്ല. ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കഴിക്കാൻ നോക്കിയിരുന്നത് ഇതിൻ്റെ ആണോയെന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല മണമാണ് ഗൈസ് ഇവിടെ നിൽക്കുമ്പോൾ. ചില ആൾക്കാരെന്നല്ല, ഇവിടുത്തെ ഒരു 90% ആൾക്കാരും ഭയങ്കര സഹകരണവും ഭയങ്കര സ്നേഹമൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും ബാക്കി ഒരു 10% ചില ആൾക്കാർ നമ്മളൊരു എന്തോ ഒരു സാധനം പോലെയൊക്കെയാണ് ഇവർ നോക്കുന്നത് കേട്ടോ. ഇവിടെ കുറേ ഇവരുടെ ഫുഡ് ഐറ്റംസ്. ഇത് നമ്മൾ കഴിക്കുന്ന സംസ എന്ന് പറയുന്ന സാധനമാണ്. ഇത് മറ്റെന്തോ സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാം ബീഫ് സ്റ്റഫ് ചെയ്ത സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലും ഇവിടെ ബീഫ് സ്റ്റഫ് ചെയ്ത സാധനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെന്തോ റൊട്ടിയോ പൊറോട്ട പോലത്തെ എന്തോ സാധനമാണ്. റൊട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തായിട്ടും അവിടെ ഈ സംഭവങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഇത് എന്തോ ഒരു സാധനമാണ്. Halbende. Uzbekistan. ഓക്കെ. സൂപ്പർ.
ഹൊൾബന്ത് കേട്ടോ. ഹൊൾബന്ത് എന്ന് പറയുന്നത് എന്തോ സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കാം ഇത്. പ്രൈസ് മണി 3000. 3 ഓക്കെ. 3000 രൂപയാണ് മിൽക്ക്. 3000 രൂപയാണ് കേട്ടോ. ഭാഷ എന്താണെന്ന് നോക്കാം എന്തായാലും. കണ്ടപ്പോൾ ഒരു കൊതി. നമ്മളെ നാട്ടിലെ മൈദാമാവ് കൊണ്ട് നമ്മൾ പാലാടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, മൈദാമാവ് കലക്കി ചുടത്തില്ലേ, അതേപോലത്തെ ഒരു സാധനം കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു കൊതി ഒന്ന് കഴിച്ചു വെക്കാനായിട്ട്. നോക്കട്ടെ. വാവ്, നല്ല സോഫ്റ്റ് സാധനം. മിൽക്ക് എന്നാണ് പറഞ്ഞത്. സൂപ്പർ. ഹിന്ദുസ്ഥാൻ ഗുഡ്. സംഭവം തന്നെ മൈദ തന്നെയാണ്, അതിൽ പാലും മധുരവും, അതാണ് സംഭവം കേട്ടോ. കൊള്ളാം. ഒരു കയ്യിൽ ക്യാമറ അല്ല. ഇവിടെ 3000 ആണ് ഇപ്പോൾ ആയത്. നമ്മളിത് 5000 കൊടുക്കുന്നു, 2000 തിരിച്ചു വാങ്ങുന്നു. എന്താ അല്ലേ? 5000 കൊടുത്തു, 2000 നമ്മൾ തിരിച്ചു വാങ്ങി. ഓക്കെ റമത്ത്, 2000 തിരിച്ചു വാങ്ങി. സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ പറഞ്ഞ ഇവിടെ മൊത്തം 10,000ങ്ങളെയും ലക്ഷങ്ങളുടെയും കളിയുള്ളൂ ഗൈസ്. അതാണ് ഇവിടുത്തെ ഒരു സംഭവം. ഇത് കളർഫുൾ ആയിട്ടാണ് ഇത് സാലഡ് അടുക്കി വെച്ചിരുന്നത്. നോക്കിയേ, കണ്ടോ, നല്ല മണം. ഹായ്. You speak English? Sajjad. My name is Sajjad. No? Sajjad. India. Very India. You know that song? ഇത് മീനാണ് കേട്ടോ. മീൻ പൊരിച്ചു വെച്ചേക്കാണ്. മീൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സംഭവമാണ് കാണുന്നത് കേട്ടോ. ഫ്രൈഡ് ഫിഷ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഏത് മീനാണെന്നും അറിയില്ല. പിന്നെ മീനായതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല, ഞാൻ ട്രൈ ചെയ്യുന്നില്ല മീനായതുകൊണ്ട്. നമ്മളെ മാതളമാണ് കേട്ടോ, പോമഗ്രാനൈറ്റ്. കണ്ടില്ലേ, മാതളത്തിൻ്റെ ജ്യൂസ് ഫ്രഷ് ആയിട്ട് സ്ക്യൂസ് ചെയ്ത് എടുക്കുന്ന സാധനമാണ്. ഹൗ മച്ച്? 25,000. 25,000 ആണ് കേസ്. 25,000 എന്ന് പറയുമ്പോൾ $2, $2.something. ഓക്കെ, $2 ആണ് വരുന്നത് കേട്ടോ. 20,000 ലാസ്റ്റ് പ്രൈസ്. 1.8 വരും. 20,000 ആണ് റേറ്റ് വരുന്നത്. ഇത് നല്ല ഫ്രഷ് ആയിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുന്ന സാധനമാണ് കേട്ടോ, മാതളത്തിൻ്റെ. നല്ല തണുത്തിരിക്കുക. ഇവിടുത്തെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് സൂപ്പർ തണുപ്പാണ്. ഫ്രഷ്ലി സ്ക്യൂസ്ഡ് ആണ്. കം ബാക്ക്. നമുക്ക് തിരിച്ചു വരാം. കമ്മിങ് ബാക്ക്. നമുക്ക് തിരിച്ചു വന്നിട്ട് വാങ്ങാം. കാരണം ഇവർ ഈ ജ്യൂസിന് വരെ നമ്മൾ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരെ കാണുമ്പോൾ വെച്ച് റേറ്റ് കയറ്റി വയ്ക്കുന്നുണ്ട് കേസ്. അതാണ് വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വാൾനട്ട് ഹൗ മച്ച് ബ്രോ? 75. 1 kg. 1 kilo 75,000. 1 kilo 75,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 500 രൂപ. 500 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടിൽ 500 രൂപ വരുന്നുള്ളൂ കേട്ടോ 1 കിലോ വാൾനട്ടിന്. നമ്മുടെ നാട്ടിൽ 1000 രൂപയ്ക്ക് മേലെ ഇല്ലേ? അത്ര ഉണ്ടെന്ന് തോന്നുന്നു. അത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഓർമ്മയില്ല, ഒരുപാട് നാളായി. 500 രൂപയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ദിസ് ലാസ്റ്റ് പ്രൈസ് 75. ലാസ്റ്റ് പ്രൈസ്, ഫൈനൽ പ്രൈസ് 50. നോ 50, 75. ഓക്കെ. കാരണം ഇവരിവിടെ ചിലപ്പോൾ ഇത്ര റേറ്റ് പോലും കാണത്തില്ല. 500 രൂപയ്ക്ക് താഴെ ആയിരിക്കും. ഇപ്പോൾ 75 പറഞ്ഞപ്പോൾ 500 രൂപ. നമ്മൾ ചിലപ്പോൾ 300-350 രൂപയ്ക്ക് കിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ ഈ പറയുന്ന വാൾനട്ടൊക്കെ 1 കിലോ. അതുകൊണ്ട് നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചൊന്ന് ബാർഗെയിനൊക്കെ ചെയ്ത് നോക്കുക ചുമ്മാ. അപ്പോൾ കുറച്ച് തരും അവർ അഡ്ജസ്റ്റ് ചെയ്ത്. കൈയൊക്കെ തണുത്തിട്ട് പാറുന്ന കഴിച്ചു, ഒരു രക്ഷയില്ല. അത്യാവശ്യമായിട്ട് നമുക്ക് വാങ്ങേണ്ടത് ഒരു ക്യാപ്പും നല്ലൊരു ജാക്കറ്റ്. റേറ്റ് കുറച്ച് കിട്ടുമെന്ന് അറിയില്ല, ഇവിടെ പ്രൈസ് കൂടുതലാണോ എന്ന് അറിയില്ല. നോക്കാം. എന്തായാലും നല്ലൊരു ജാക്കറ്റും ഒരു ക്യാപ്പും മസ്റ്റായിട്ടും വാങ്ങിക്കണം. കാരണം അത്രയ്ക്ക് തണുപ്പ് സഹിക്കാൻ വയ്യാത്ത സിറ്റുവേഷനാണ്. കൈയൊക്കെ മരവിക്കുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് ദുബായിൽ നിന്ന് വരുമല്ലേ, അത്രയും ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ പെട്ടെന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ കൈയൊക്കെ നമുക്ക് ഒട്ടും പറ്റാതെ വരുന്നത്. Daler shawarma. Speaking. Daler shawarma. Speaking. Daler shawarma. Yes. ഡാലേർ ഷവർമ. ഓക്കെ. ഡാലേർ ഷവർമ. കടയുടെ പേരെന്താണെന്ന് തോന്നുന്നു. ഡാലേർ ഷവർമ എന്ന് പറയാനാണ്. Delhi. കേരള.
ഡാലർ ഷവർമ. Yes. ഡാലർ ഷവർമ. Vlog it. ആ വ്ളോഗിങ്. അതേണ്ട ഇതാണ് ഇവര് ചെയ്യുന്ന ഷവർമ ഉണ്ടല്ലേ. Daler shawarma. താലർ ഷവർമ. താലർ മീൻ ബീഫ് ആണെന്ന് തോന്നുന്നു കേട്ടോ. താലർ അതായിരിക്കും. Bamaza. ആ Bamaza. ആ Bamaza. പാമസ. Daler shawarma Bamaza. താലിർ ഷവർമ പാമസ. ഓക്കെ ബ്രോ ബൈ. അവരുടെ എനിക്കൊന്ന് എന്ത് ഷവർമയാണ് അവരുടെ കടയുടെ പേരും ഷവർമയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും എൻ്റെ വീഡിയോ ഏതെങ്കിലും ഉസ്ബെക്കുകൾ കാണുവാണെങ്കിൽ അവർക്കത് മനസ്സിലാവട്ടെ. എന്നിട്ട് ഇവിടെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ബ്രോ ഹൗ മച്ച് ബ്രോ? 75. $75. $6 അടുപ്പിച്ചാണ് വരുന്നത് കേട്ടോ. 75,000 രൂപയാണ്. മൈ സൈസ് എങ്ങനെയുണ്ടോ? കൊള്ളാലോ. എങ്ങനെയുണ്ട് ഗൈസ്? കണ്ടിട്ട് കമൻറ്റ് ചെയ്യട്ടാ. കൊള്ളാവുന്നു. ഒരു ക്യാപ്പ് നമുക്ക് ഫസ്റ്റായിട്ടും വേണം. അപ്പോൾ ഈ ക്യാപ്പ് ആകുമ്പോൾ ഒരു രസമുണ്ട്. കണ്ടില്ലേ പട്ടാളക്കാരുടെ ലുക്കില്ലേ. 466 രൂപയാണ് ഇന്ത്യൻ മണിയാണ് ഈ ക്യാപ്പിന് ചോദിക്കുന്നത് കേട്ടോ. എന്തായാലും ഇതൊരെണ്ണം ഇരിക്കട്ടെ. കാരണം തണുപ്പ് നമുക്ക് പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ $7 ഏകദേശം പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഒരു $5 കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരെണ്ണം നമ്മൾ വാങ്ങിക്കുവാണ്. ഇന്ത്യ ബ്രോ ഇന്ത്യ. കുറച്ച് സബ്സ്ക്രൈബറേ ഉള്ളൂ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഗുഡ് നമ്മള് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫുർഖാത്തി എന്തോ ചീത്ത വിളിക്കണം. India. Color India. ചെറിയ ഇന്ത്യയുടെ ഇടച്ചുണ്ട് കേട്ടോ. ബ്രൗൺ കളർ അതായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു സബ്സ്ക്രൈബറെ കിട്ടി എന്തായാലും ഉസ്ബെക്കിസ്ഥാൻ കണ്ടിട്ടേലും. ഓക്കെ നമസ്. മുസ്ലിം. Assalamu alaikum. Walaikum assalam. Mashallah. Give me good discount bro. Okay. Good price. Give me good price. 65 പറഞ്ഞു. എത്ര എടുക്കും നോക്കാം. 1 ലക്ഷം കൊടുത്തു. 65,000 ആണ് ചാർജ്. ബാക്കി 50,000. ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ. 50,000 കൈസ് തിരിച്ചു തന്നു. 65,000 പറഞ്ഞിരുന്നതാണ്. 50,000 എടുത്ത് 50,000 തിരിച്ചു തന്നു. എന്നിട്ട് മുസ്ലിം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ മോശമായിട്ട് എടുക്കണ്ട. കാരണം ഓരോ ആൾക്കാർ ഓരോ രീതിയാണല്ലോ. നമ്മൾ അങ്ങനെ നോക്കണ്ട. നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിച്ചില്ലേ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു റേറ്റിൽ ചെയ്ത് തന്നത് കേട്ടോ. ഈ ക്യാപ്പ് ലുക്കൊന്നും നോക്കണ്ട കൈസ്. ഇവിടുത്തെ തണുപ്പെന്ന് രക്ഷപ്പെടാൻ വേണ്ടി വാങ്ങിച്ചിട്ടതാ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഈ സാധനം വാങ്ങിച്ചത്. സംഭവം കൊള്ളാൻ തോന്നുന്നു. നല്ല സോക്സ് കൈസ്. നല്ല യെല്ലോ കളർ നൈക്കി, ഓറഞ്ച് കളർ നൈക്കി. കോപ്പിയ ഉടായ്പാണ് എന്നാലും. ബ്ലൂ കളർ നൈക്കി 12,000. ദിസ് ഒരെണ്ണം 12,000 ആണ് കേട്ടോ. അപ്പം $1 കേട്ടോ. $1. നമ്മൾ ആ 2 കളറും ഒരു പച്ച കളറും കൂടി വാങ്ങിച്ചു കേട്ടോ. നല്ല രസമുണ്ട് ഈ സോക്സ് അല്ലേ. നോക്കി അടിപൊളിയല്ലേ. കിസ്ക 3 പീസ് കുറയ്ക്കത്തില്ലെന്ന് പറയുന്ന കേട്ടോ. ഹിന്ദുസ്ഥാൻ 55,000 രൂപയ്ക്ക് അല്ല 30,000 രൂപയ്ക്ക് വാങ്ങിച്ചാണ് കേട്ടോ. 3 കളറ് നൈക്കിയുടെ സോക്സ്. നോ കിസ്ക തന്നില്ല. ഓക്കെ. ഈ ഉസ്ബക്കിലുള്ള ആരെങ്കിലും മലയാളികൾ ഇവിടെ പഠിക്കുന്ന ഏതെങ്കിലും മലയാളികൾ കാണുന്നുണ്ടെങ്കിൽ ക്യാമറ ഇംഗ്ലീഷ്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഓക്കെ. എന്തോടെ പറയുന്നത്? ക്യാമറ ഉപയോഗിച്ചുകൂടാന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഉസ്ബക്കിലായതുകൊണ്ട് എന്താണെങ്കിലും നമുക്ക് നോക്കാം. അറിയാവുന്നവരാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പറയാം. ഈ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ നിങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ തന്നെ പുഴുത്ത ചീത്ത വിളിക്കുവാണോ അതോ ഈ പറ്റിക്കുവാണോ, ഈ റേറ്റൊക്കെ ഓക്കെ ആണോ? ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ഭയങ്കര നല്ല കാര്യമായിരുന്നു. അപ്പോൾ എനിക്കൂടെ ഒന്ന് അറിയാമല്ലോ ഇത് പറയുന്ന റേറ്റൊക്കെ ഉള്ളതാണോ, ഇപ്പോൾ ആ പെണ്ണ് തന്നെ ചീത്ത വിളിച്ചിട്ട് പോയാണോ എന്നൊക്കെ. കൈയൊക്കെ കണ്ടോ? അതേ തണുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതാ കൈയുടെ ഒക്കെ ഇരിക്കുന്ന പോലെ നോക്കിയേ. ചുമന്നായി. ഒന്നും അറിയാൻ വയ്യ. കൈയൊക്കെ ഉണ്ട് എന്ന് പോലും അറിയാൻ വയ്യ പിടിച്ചിട്ട്. അത്രയ്ക്ക് മരവിച്ചിരിക്കുന്നു കൈ മുഴുവനും. എൻ്റെ പൊന്നോ.
ഇച്ചിരി തീ കിട്ടിയിരുന്നെങ്കിൽ. Do you have chaburak? Chaburak? Okay. 1 piece. How much? 5,000. 5,000. Okay. Thank you. തണുത്തിട്ടടിക്കാം. No. It's fine. Just give it to me. Thank you. ചെറിയ ചൂടാണ് കേട്ടോ. 5,000 ആണ് പറഞ്ഞത്. ചെബൂറക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണിത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ 5,000 ഇവിടുത്തെ പൈസയാണ് ഇതിൻ്റെ വില. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതും സംസ നമ്മൾ ഇന്നലെ കഴിച്ചു. ഇത് ചെബൂറക്ക്. ഇത് രണ്ടാണ് കേട്ടോ. നോക്കാം. അടിപൊളി. സൂപ്പർ സാധനം. ഒരു രക്ഷയില്ല കേസ്. എന്താ ടേസ്റ്റ് സാധനത്തിന്. ഇന്ത്യ ദിസ് ഈസ് വെരി നൈസ്. അടിപൊളി. ഒരു രക്ഷയില്ല കേസ്. 5,000 രൂപ കേട്ടോ. ഇവരൊക്കെ ഒന്ന് ചിരിക്കുകയാണ് ഞാൻ കഴിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇവരെ ആലോചിക്കുക ഏതൊരാവൻ എന്നുള്ള രീതിയിലാണ് ചിരിക്കുന്നത് കേട്ടോ. ചൂടില്ല കേട്ടോ. ഇതിവിടെ ഇരുന്ന് ഇച്ചിരി തണുപ്പായി പോയി. തണുത്തിരിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്. കുറച്ച് ചൂടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഭവം വേറെ ലെവലായി പോയതിനെ കേസ്. ഇത് അടിപൊളി. ഒരു രക്ഷയില്ല. ഭയങ്കര ഫ്ലേവർ കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇവിടെ ഈ മാർക്കറ്റിനകത്ത്. ഇതേപോലെ ഒരുപാട് ടൈപ്പ് സാധനങ്ങൾ. എല്ലാത്തിലും മീറ്റ് ആയിരിക്കും കേട്ടോ. കൂടുതലും ചിക്കൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇവരിത് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കി നേരെ ഈ എണ്ണയിലോട്ടെടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അടിപൊളി അല്ലേ? എണ്ണയൊക്കെ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ കളർ മാറിയ എണ്ണയൊന്നുമില്ല. അത്യാവശ്യം ക്ലിയർ ആണ് എണ്ണ. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് വേറെന്തോ സാധനമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിക്കുന്നതല്ല. സംസ ഉണ്ടാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് ഇവർ ഓൾറെഡി നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതിനകത്ത് മീറ്റ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവർ തന്തൂർ ചെയ്തെടുക്കുക കേട്ടോ. നേരെ ഒരു തന്തൂറിനകത്തേക്ക് ഇത് കണ്ടോ, റൊട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ അകത്തേക്ക് ഒട്ടിച്ച് വെച്ച് സെറ്റ് ചെയ്ത് നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞത് ഈ സംസ. നമ്മൾ ഇന്നലെ കഴിച്ചില്ലായിരുന്നോ? ഫസ്റ്റ് വന്നപ്പോൾ തന്നെ കഴിച്ചില്ലേ സംസ? അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഇന്ന് രാവിലെ ഞാൻ ഇത് തന്നെയായിരുന്നു കഴിച്ചത് സംസ. കണ്ടില്ലേ? നല്ല ചൂടാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട്. ചൂട് നമ്മളെ ചൂടിൽ കൈയൊന്ന് വെച്ച് സമാധാനിക്കുകയാണ് കേട്ടോ. തണുത്ത് കൈ മരവിച്ചിരിക്കുക. Delhi, Bombay, Calcutta, two. ബോംബെ, കൽക്കത്ത, Two. കേരള, സൗത്ത് ഇന്ത്യ. ക്യാമറമാൻ, യൂട്യൂബ്. നല്ല ഫിറ്റാണ് രണ്ടുപേരും. കറങ്ങി അടിക്കുന്ന മണം. Uzbekistan good? Yeah, very good Uzbekistan. Very good, super. Why Uzbek people here color gold? Sushi. Tilla. Tillo gold color, why? Tilla. Medinist میخونه institute ili college. College. Med college. Med college. College Uzbek, I don't know. English. Uzbekistan is good. Yeah, Uzbekistan very good. Tamam. Nice, good. No, blogger mi? Vlogger. Burası. നമ്മളെ ഫോൺ ഓഫായി പോയേട്ടാ. അപ്പോൾ ഒരു മൊബൈൽ ഷോപ്പിൽ കയറി, എനിക്ക് പോവാൻ വഴി അറിയാൻ വയ്യ. അങ്ങനെ മൊബൈൽ ഷോപ്പിൽ കയറിയിട്ട് ഇവിടെ ഫോൺ നമ്മൾ ചാർജ് ചെയ്തിട്ടേക്കാണ്. പുള്ളിയുടെ ഷോപ്പിലാണ് കയറിയത്. അപ്പോഴാണ് ഇവരെ കണ്ടത് കേട്ടോ. ഓക്കെ ഫൈൻ. Urdu. മലയാളം. Jantimala ana Urla da Jantimala. Sangam.
मेरा जुपा ഓൾഡ് പാട്ട് ദേ. ഓക്കെ Ratcha. أنا شو ഷാറുഖ് ഖാൻ أمور لا شاروخ خان സൽമാൻ ദേ. ഖാൻ അമിതാഭ് ബച്ചൻ راتcha buradaki bu sema Ratcha. രാജ് കപൂർ സൂപ്പർ രാജ് കപൂർ Ne Ratcha hocam Umur. രാജ് കപൂർ ഉറങ്ങി Mur. Nevara, nevara. Çevara yes, nevara yes. ലാംഗ്വേജ് പ്രോബ്ലം യുവർ നെയിം യുവർ നെയിം Ratcha. Yes Ratcha. മീ സജ്ജാദ് ആ. സജ്ജാദ് കബീർ യു مسلم ليه؟ മുസ്ലിം Muslim. മീ സജ്ജാദ് കറാച്ചി ഗുഡ് Turistski. കറാച്ചി ഗുഡ് Bilal Hotel. اوتيل ഹോട്ടൽ hotel. Tavu eti hotel. Aha. Eski var o begarda canım. അതെന്താണ് കറാച്ചി എന്തോ കച്ചറ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ കറാച്ചി അതായിരിക്കും സംഭവം India kako zaman. اردو ഇന്ത്യ ഹിന്ദി ഹിന്ദി ഉറുദു മലയാളം തമിഴ് ലാംഗ്വേജസ് so many languages India in Uzbekistan Uzbek Russian Russian Russian. Bas. Uzbek Russian. Russian Okay. bas in India Tajik. India Hindi Tamil Malayalam English Urdu Telugu Kannada Uzbekistan tozu yes. اختها yakın ne? Mamluku Almanya'daki medranı kıhtı. ഇവര് തമ്മിൽ ഇടിയായത് അയ്യോ Tay perbesta. No India too. Ne, Hindistan yakman inte. എന്തുവാ പറയുന്നത് വൃത്തികേടാണല്ലോ Ehtı bilir. എന്തൊക്കെയോ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല യുവർ നെയിം വാഹിദ് Tajik. خورشید ഖുർഷീദ് خورشید تاجیک ഖുർഷീദ് താജിക് ഓക്കെ ഓക്കെ Tajikistan. സാബിർ Tajik. താജിക് ഓക്കെ ഈ Tajik. Kamil Ha. Kamil താജിക് Tajik ഓ താജിക് ഓക്കെ ഓക്കെ Mi ഓക്കെ Tajiki. മേ സജാദ് Ya, ഇന്ത്യ Muslim. Mahbuba. Kino. ഹിന്ദി പാട്ടൊക്കെ അറിയാം Eda. ഹിന്ദി Kagyo. Gabbar Singh. ഗബ്ബർ സിംഗ് Gabbar Singh. Mahbuba. Good film. ഗുഡ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു പർച്ചേസ് പരിപാടിയായിരുന്നു ഇതേ കണ്ടില്ല ഈ ഒരു തൊപ്പി വാങ്ങിച്ചു ജാക്കറ്റ് മേടിച്ചില്ല ജാക്കറ്റ് ഭയങ്കര പൈസ അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല ഇവിടെ എവിടെ തിരിഞ്ഞാലും ഗൈസ് ചെവർലെറ്റിൻ്റെ വണ്ടികളേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല എൻ്റെ വീട്ടിൽ ഇതൊരു ചെവർലെറ്റ് എവിടെ തിരിഞ്ഞാലും ചെവർലെറ്റാണ് വണ്ടി ചെവർലെറ്റിൻ്റെ വണ്ടി മാത്രമേ ഇവിടെ ഞാൻ കാണുന്നുള്ളൂ ഇപ്പം നിലവിൽ ചെവർലെറ്റിൻ്റെ വണ്ടിയാണ് അതേപോലെ ആൻഡെക്സിൽ ഓടുന്ന വണ്ടികൾ ഒരുവിധം എല്ലാം ചെവർലെറ്റിൻ്റെ വണ്ടിയാണ് ഇത് വേറെ വണ്ടിയാണ് കേട്ടോ അപ്പുറത്ത് ചെവർലെറ്റ് ബീറ്റ് ഇഷ്ടം പോലും ഉണ്ട് ചെവർലെറ്റ് ബീറ്റ് നമുക്കിപ്പോൾ കാണാൻ പോലും സാധിക്കത്തില്ല നമ്മുടെ നാട്ടിലെ ചെവർലെറ്റിൻ്റെ വണ്ടികൾ പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളാണ് കേട്ടോ ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇവർ ഈ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുന്നത് അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആ ഒരു മാർക്കറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി മാർക്കറ്റിലെ കാഴ്ചകളായിരുന്നു നിങ്ങൾ കണ്ടത് അതുപോലെ തന്നെ ഇവിടുത്തെ ബസ്സിലൊരു യാത്ര ബസ്സിൽ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല ലോക്കൽ ബസ്സിൽ നമ്മളിപ്പോൾ ആൻഡെക്സ് ടാക്സിയൊക്കെ ഉപയോഗിച്ചാൽ പോയി വരുന്നത് പക്ഷേ അത് ഒരുപാടപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല പൈസ നമ്മളേന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും കാരണം ബഡ്ജറ്റ് ട്രാവൽ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ എച്ചിക്കണക്ക് പറയുന്നത് അങ്ങനെ വിചാരിക്കരുത് നമ്മളിപ്പോൾ ഇവിടെ വന്നൊരു 10 ദിവസം ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകുമല്ലോ നമ്മൾ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സ്പോൺസർ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ചാനൽ ഒരു നിലയിലെത്തുക അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ അവർ നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുള്ളൂ ഇപ്പോൾ അവർ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അത് തന്നെ വലിയ ഉപകാരം ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പാക്കേജസോ വിസ സർവീസസോ എമിഗ്രേഷൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ട്രാവൽസുമായിട്ട് ബന്ധപ്പെടാം കേട്ടോ
എന്ത് സംഭവമാണെങ്കിലും ഇപ്പോൾ ദുബായിൽ നിന്നുള്ള പാക്കേജസ് അവർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കൺട്രീസിലോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും പാക്കേജസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അടുത്ത കിടിലൻ എപ്പിസോഡുകൾ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ നിങ്ങളൊക്കെ സഹകരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ. പിന്നെ തൊപ്പിയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടെ കാണുന്നവർ. ബൈ.